വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറൽ ഫിഷ് ഫ്രൈ ആണ്. അതെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഏതാ ഫിഷ് എന്ന് അറിയാൻ എനിക്ക് അറിയില്ല. ഇതിന് നെയ്മീൻ, അയക്കൂറ അങ്ങനെയൊക്കെ പറയട്ടോ. അയക്കൂറ എന്ന് നമ്മൾ ഇവിടെ പറയും, നെയ്മീന് വേറെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു പീസ് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. മസാല ഒന്ന് ജസ്റ്റ്. ആമിക്ക് ഫിഷ് ഫ്രൈ ഇഷ്ടമാണോ? എനിക്ക് കോര ഇഷ്ടം. അതാണ് ഇഷ്ടം. അപ്പം ഇത് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാണ് കേട്ടോ. ഇതിൽ ഞാൻ ആദ്യം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഉള്ളിനൊക്കെ ചെറിയ ഉള്ളിനൊക്കെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക കേട്ടോ. നമ്മളിത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മളിത് ജസ്റ്റ് ഒന്ന് എല്ലാം ചതച്ച് വെച്ചു കേട്ടോ. ഇനി ഇതിനെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണോ നമ്മൾ മസാല ഇടുക. അപ്പം നല്ല മസാലയൊക്കെ അതിലൊന്ന് സെറ്റ് ചെയ്ത വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ല രസമാണ്, മെൽറ്റാവുന്നത്. ഇങ്ങനെ മെൽറ്റായിട്ട് വരണേ. നമുക്ക് കുക്കിംഗ് ഇഷ്ടമാണോ? കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ നല്ല പണിയുണ്ട്. പെട്ടെന്നൊന്നും പണി കഴിയില്ല. അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ എന്നിട്ട് ഇനി കുറച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ആവണം അല്ലേ? നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഒരു മസാല വരിക. മസാല ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി കിട്ടിയിട്ട് അപ്പം നല്ല ഉള്ളി വരും. ചതച്ച് വെച്ചിട്ട് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടെ. കറിവേപ്പില ചതച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ പാൻ ഒന്ന് മാറ്റേണ്ടി വരുന്നു. ചെറിയ പാനായിപ്പോയി. അപ്പം അത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്ത പാനാണ്. എന്നിട്ട് ഫ്രൈ ചെയ്യാൻ പാനിൽ. അപ്പോൾ നമ്മൾ മസാല ഏകദേശം നല്ലോണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ഇവിടെ കുറച്ച് പുളിവെള്ളം ഉണ്ട്, അത് ഒഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഞാനിതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരാൾക്ക് വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് പാപ്പക്ക്. ഇനി നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. പാമയ്ക്ക് മനസ്സിലായോ ഇങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം? ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇത് നിങ്ങളങ്ങനെ ഫിഷ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ. അപ്പോൾ വൈറൽ ഫിഷ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണ്. ഇതിനെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അത്. എനിക്ക് പൊതുവേ മീൻ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് കാണുമ്പോൾ നല്ല അടിപൊളി മസാല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ നിങ്ങൾ ഇത് പത്തിരി കൊണ്ടാണ് ഞാൻ എപ്പോഴും കഴിക്കല്. പത്തിരിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം വൈറൽ ഫിഷ് ഫ്രൈ റെഡിയാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. അടിപൊളി, നല്ല രസമുണ്ട്.